എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയായ 19-കാരിയുടെ മരണത്തിൽ പ്രതി അനൂപിന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു എന്നുള്ളതാണ്. മർദ്ദനശേഷം വീണ്ടും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നതായാണ് മൊഴി. വീട്ടിൽ ലൈറ്റ് കണ്ടതിനാൽ പെൺകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പിച്ചതായി അനൂപ് മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയാണ് വിവരങ്ങൾ? അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നറിയുന്നു. അനൂപ് എന്തൊക്കെയാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ അനൂപിനെതിരെ എന്ത് കുറ്റം ചുമത്താനാണ് സാധ്യതയുള്ളത്? നിലവിൽ ഈ ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നടവേൽപ്പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇയാളുടെ മൊഴിയാണ്. ഇയാളുടെ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശനിയാഴ്ച ഈ അപകടം നടക്കുന്നു, അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം ഇയാൾ 7 മണിയോടുകൂടി ഞായറാഴ്ച വീട്ടിൽ നിന്ന് പോകുന്നു. എന്നാൽ രാത്രി ഒരു 9:30 ഈ വീടിന് സമീപത്തേക്ക് അനൂപ് എത്തി. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് എത്തിയത്. എത്തിയ ഘട്ടത്തിൽ അവിടെ വീട്ടിൽ ലൈറ്റ് കണ്ടു. ആ ലൈറ്റ് കണ്ടപ്പോൾ ഇയാൾ ഉറപ്പിച്ചത് അമ്മ വീട്ടിലില്ല, അതുകൊണ്ട് പെൺകുട്ടി തന്നെ ലൈറ്റ് ഇട്ട് അവളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചാണ് ഇയാൾ ഒളിവിൽ പോകാതെ നേരെ വീട്ടിലേക്ക് പോയത്. ആ ഘട്ടത്തിലാണ് പോലീസ് ആ വീട്ടിലെത്തി ഇയാളെ പിടികൂടുന്നത്. അതായത് അതിക്രൂരമായ മനോഭാവത്തിന്റെ ഉടമയാണ് അനൂപ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അനൂപിനെതിരെ നരഹത്യ ചുമത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അനൂപിന്റെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ആ അപേക്ഷയും തിങ്കളാഴ്ച തന്നെ നൽകും. ഈ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്താനുള്ള ശ്രമം അനൂപിന്റെ ഭാഗത്തുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത്. ഒപ്പം കൊടിയ മർദ്ദനം പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മുറിപ്പാടുകളൊക്കെ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ട്. പക്ഷേ ഈ മരണ കാരണം എന്ന് പറയുന്നത് കഴുത്തിൽ ഷോള് കുരുങ്ങിയത് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് അങ്ങനെ കഴുത്തിൽ ഷോള് കുരുങ്ങി ഏകദേശം 15 മണിക്കൂറാണ് പെൺകുട്ടി അവിടെ കിടന്നത്. അതുകൊണ്ട് വൈദ്യസഹായം ലഭിക്കാൻ താമസമായതും ഈ മരണത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരം വകുപ്പുകൾ കൂടി അനൂപിനെതിരെ ചുമത്തും. അതിദാരുണമായ അതിക്രൂരമായ സംഭവമാണ് ചോറ്റാനിക്കരയിൽ നടന്നത്. 19-കാരിക്കാണ് ഈ ആൺ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ഇപ്പോൾ ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. വിഷ്ണു, അതുപോലെ അനൂപിന്റെ 2 സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നുണ്ടല്ലോ. ഈ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അനൂപ് ഈ വീട്ടിലെത്തുന്നത്. ആ CCTV ദൃശ്യത്തിൽ അനൂപിനെ ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത്, ഒരു സ്കൂട്ടറിൽ എത്തിക്കുന്ന അനൂപിന്റെ സുഹൃത്താണ്. ഒപ്പം തിരികെ വിളിച്ചു കൊണ്ടുവന്നത് മറ്റൊരു സുഹൃത്താണ്. ഇത് അനൂപ് തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മരണമായി മാറിയ പശ്ചാത്തലത്തിലാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ അനൂപ് ഇവിടെ വന്ന കാര്യങ്ങളെക്കുറിച്ചോ അതിനകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ അറിയുമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെ ചൊവ്വാഴ്ചയോടുകൂടി ഒരുപക്ഷെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരണം സംഭവിച്ചത്, അതായത് നേരത്തെ ഒരു വധശ്രമത്തിനാണ് കേസെടുത്തെങ്കിൽ ഇപ്പോൾ അതൊരു കൊലപാതകം അല്ലെങ്കിൽ അത്തരം സാധ്യതയിൽ നരഹത്യയിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യുന്നത്. അവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ശരി, എന്തായാലും ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ചോറ്റാനിക്കരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രണയമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പ്രണയത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും അത് പോക്സോ അതിജീവിതയാണ് പെൺകുട്ടി. അങ്ങനെ അത്തരത്തിലൊരു ക്രൂര സംഭവമുണ്ട്. അത് പ്രണയത്തിന്റെ പേരിലൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല അല്ലേ നമുക്ക്? ഇതിനകത്ത് ഒരു തമാശ കണ്ടില്ലേ? അതായത് ഒരു പെൺകുട്ടിയെ ചുറ്റികയൊക്കെ അടിച്ചിടിച്ചു കുത്തി നാമാവശേഷമാക്കി പിഞ്ഞി കീറി കിടക്കുന്ന ഒരു പെൺകുച്ച് ആരോഗ്യനില കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പോയത്. കരുതലാണ് മനുഷ്യൻ. അതായത് പറയുന്നത് വീട്ടിൽ ലൈറ്റ് കണ്ടു, അപ്പൊ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. വിചിത്രമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്.